ഇവിടെ ഉണ്ടല്ലോ രാവിലെ. സാർ ഏ? സാർ മേ കമിൻ? ആ ഇതാര്? അദ്വിക വിശ്വനാഥനോ? വീട്ടിലിരിപ്പൊക്കെ കഴിഞ്ഞിട്ട് എന്തായി ഇങ്ങോട്ട് ചാടിയത്? അതും സാറിൻ്റെ ക്യാബിലേക്ക്? അത് പിന്നെ സാർ ഇന്നലെ സാർ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ ലീവായവരെല്ലാവരും സാറിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറാമോന്ന് അങ്ങനെ വന്നതാ. ഓ അങ്ങനെ. അതുമാത്രമല്ല ഞാൻ വേറെ കാര്യങ്ങളും പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ എങ്ങനെ ഉണ്ട്? പനിയൊക്കെ കുറഞ്ഞു? ആ സാർ എനിക്ക് പനിയൊക്കെ കുറഞ്ഞു. അത് ഇന്നലെ പിന്നെ അമ്മയാ പറഞ്ഞത് റെസ്റ്റ് എടുക്കാൻ. ഞാൻ പിന്നെ സാറ് പറഞ്ഞ മറ്റേ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ കാര്യമോ? എന്ത് കാര്യം കൊണ്ടുവന്ന്? പറ. ഞാൻ പറഞ്ഞ കാര്യം കൊണ്ടുവന്നത് കാണിച്ചു നോക്കട്ടെ. അത് പിന്നെ സാർ ഇന്നലെ പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ അസൈൻമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ എല്ലാവരും കയറിയാൽ മതിയെന്ന്. ഞാനതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സാറിന് സൈൻ ചെയ്ത് തരുവാണെങ്കിൽ എനിക്കത് കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ വന്നതാ. ഓ ഓ ഇനി അതിനു വേണ്ടി താമസിച്ചെന്ന് പറയണ്ട. ഇന്നെടുക്ക് നോക്കട്ടെ. എഴുതിയിട്ടുണ്ടോ? ഇല്ല. കറക്റ്റ് അല്ലെങ്കിലാണ്. ഗൂഗിൾ നോക്കി എഴുതിയതാണോ? ഇത് മുഴുവനും ഞാൻ വിട്ടു കേട്ടല്ലോ. നിങ്ങൾക്ക് ഇത്ര ലുക്കുണ്ടായിരുന്നു. ഇങ്ങനോട് ചോദിക്കണോ? ഇന്നലെ പറഞ്ഞ കാര്യം എന്തോ പറയാമെന്നല്ലേ ഇയാള്? ചോദിച്ചാൽ എന്ത് വിചാരിക്കും? പിന്നെ ചോദിക്കാം. ഓക്കെ, ഇതെല്ലാം കറക്റ്റാണ്. ഞാനതിന് ടിക്ക് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പൊക്കോ. ഇന്ന് ഗൂഗിൾ എഴുതിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല സാർ, ഞാൻ ഗൂഗിളിൽ നോക്കിയല്ല എഴുതുന്നത്. ഇതെല്ലാം സ്വന്തമായിട്ട് എഴുതിയതാണ്. പിന്നെ സാർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് കാര്യ? അത് പിന്നെ സാർ ഇന്നലെ ഫോൺ എടുത്തോ സാർ? താരോടെ നിൽക്കേ. ഓക്കെ സാർ. ഹലോ. ആ താര? താരയോ? ആടാ പറയൂ. ഇല്ല ഞാനിപ്പോൾ കൂടെ ഓഫീസിലാണ്. ഇതാരാ ഇയാളെങ്ങനെ വിളിക്കേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ലടാ, ഞാൻ ഇപ്പോൾ ക്ലാസ്സിന് പോകാൻ വേണ്ടി നിൽക്കാം. ഫ്രീ ആയിട്ട് തന്നെ വിളിക്കാം. ശരി. ഇനി അതൊക്കെ പറ. സാറെന്താ പറയാൻ വന്നേ? പറയടോ, കേൾക്കാം, പറ. അത് പിന്നെ സാർ ഞാൻ കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ വിളിച്ച ഈ താര അതാരുവാ സാറിൻ്റെ? താരയോ? അതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എന്തായി, തനിക്കറിയോ താരയെ? ഇല്ല. പിന്നെന്തിനാ ചോദിച്ചേ? അറിയില്ലെങ്കിൽ? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ സാറ്. ഞാൻ ഇവിടെ കേട്ട് മറന്ന പേര്, അതുകൊണ്ട് ചോദിച്ചതാ. ശരി സാർ, എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാ. താങ്ക് യു ഒപ്പിട്ട് വന്നതിന്. പോട്ടെ. ശരി ശരി, താൻ നേരെ ക്ലാസ്സിലേക്ക് ചെല്ലും. അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പിള്ളേർ. പൊക്കോ. ഇവിടെ എവിടെയാ? കുറെ നേരമായാലും മനുഷ്യൻ നോക്കി നിൽക്കുന്നത്. ഇവിടെ ആ വഴി ലൈബ്രറി വല്ല പോയോ? അനു എന്ത് പഠിച്ചിരിക്കാതെ അവന് കീറുന്നേ. എനിക്കറിയില്ല, അവൾ ആ വഴി ലൈബ്രറി പോയിട്ടുണ്ടാവും. ഇവൾക്ക് കൊടുത്തിട്ട് ഇപ്പം വരും എന്നാ പറഞ്ഞേ. ചാവാതെ തൂ വരുന്ന കൊടുത്ത് നോക്ക്. ഇവളെന്തിനെ പുറമുറുക്കുന്നത്? എന്നാലും അത് ആരായിരിക്കും? ഇനി ഇയാളെ കള്ളക്കമ്മയ്ക്കല്ലാണോ? സമാധാനം പോയി മനുഷ്യന്റെ. ഇവക്കിതെന്താ? എടീ, നീ പറഞ്ഞ പോലെ എവക്കിന് വല്ല ബാധ വല്ല കയറിയെന്തോ? എനിക്ക് നല്ല ഡൗട്ടില്ലായ്മ ഉണ്ടല്ലോ. ഒറ്റയ്ക്കൊക്കെ സംസാരിക്കണ്. ഇവക്ക് എന്നാടി ബാധയൊന്നും കയറി കാണൂല. ഇവള് നേരെ പോയത് സ്റ്റാഫ് റൂമിലാണ്, സാറിന്റെ റൂമിൽ. ഇവന് ഓണാക്കാൻ വേണ്ടി സാറിന് വല്ല ടെസ്റ്റ് ആവല്ലേ? എന്റെ ദൈവമേ. നിക്ക് അധികം ടെൻഷൻ അടിക്കുന്ന അവളോട് തന്നെ ചോദിക്കാം. മോളെ കുക്കി, എന്നോട് സാറ് വല്ല പറഞ്ഞിരുന്നോടി ടെസ്റ്റിന്റെ കാര്യം? എന്നോട് സാറൊന്നും പറഞ്ഞൊന്നുമില്ല. നോട്ട്സൊക്കെ അല്ല, അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ടിക്കറ്റ് തന്നു, അത്രേ ഉള്ളൂ. മോളെ അനു. എന്നാടി മോളെ അനു? ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? നീ അങ്ങോട്ട് ചോദിക്കടി മുത്തേ. താങ്ക്സ് അടി മുത്തേ. എടി, നിനക്ക് നിന്റെ ബന്ധത്തിലേതെങ്കിലും താരയെ അറിയാമോ? താരയോ? താര അറിയോ?
താരാ ആലോചിക്കടി പോത്തേ നിക്കി അതെന്ന് താരാ 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 അറിയാം എന്തേ അറിയോ നിനക്ക് ആടി എനിക്കറിയാം താര അവള് പറഞ്ഞു വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മാവൻ്റെ മോളൊക്കെ ആയിട്ട് വരും അതായത് ഏട്ടൻ്റെ മുറപ്പെണ്ണായിട്ട് വരും എന്തേ മുറപ്പെണ്ണ ഓ ചുമ്മല്ല അയാൾ അത്രയും കൊഞ്ചി സംസാരിച്ചത് കാലൻ ഇവക്ക് തന്നെ ആടി എടി അപ്പോ ഈ അർണവ് സാറും ഒക്കെ ആയിട്ട് താര അതായത് മുറപ്പെണ്ണ പെണ്ണു വെച്ച് നല്ല നല്ല കമ്പനിയാണോ അല്ലേ ഓഹോ അപ്പൊ അതാണ് മോളുടെ ഉദ്ദേശം കാണിച്ചു തരാടി നടക്കുക കേട്ടോ അനു എന്നാടി പറ അങ്ങോട്ട് അതോ ഓ പിന്നെ നല്ല കമ്പനിയാ അതേന്നേ ആണോ പിന്നെ എന്തിനാ അതിനോട് പറഞ്ഞ നല്ല കമ്പനി അവരെ തമ്മിൽ പണ്ട് തൊട്ടേ നമ്മൾ കല്യാണമൊക്കെ ഉറപ്പിച്ചതാടി ഉറപ്പണൊക്കെ ആയതുകൊണ്ട് പിന്നെ ഏട്ടാനും താല്പര്യമില്ല പിന്നെ ഫാമിലിയായിട്ടൊക്കെ ഉറപ്പിച്ചത് അവളൊരു പാവമാണ് ഞാൻ അത്ര കമ്പനിയൊന്നും കൊടുക്കാനൊന്നും പോകത്തില്ല അതാ കല്യാണം ഉറപ്പിച്ചോ പിന്നെ അതൊക്കെ പഴയ ഫാഷനല്ലേ ഈ മുറപ്പെണ്ണെ കിട്ടണേക്ക അതൊക്കെ സാറിനെ പോലെ ഒരു നൂജൻ അതൊക്കെ സമ്മതിക്കോ നിനക്ക് തോന്നുന്നു സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഏട്ടന് അവളെ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോട് എന്ത് ഇഷ്ടമാണ് പക്ഷെ നല്ല കമ്പനിയാണ് തമ്മിൽ അവിടെ വന്നാൽ എന്നെ ഇന്ന് വേണ്ടതൊക്കെ ആവും എനിക്ക് അവൾ എന്നെ നാത്തൂനായിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല പക്ഷെ എനിക്കതറിയി പറഞ്ഞ എനിക്ക് നല്ലത് ആടി എനിക്കും അതാണ് കേട്ടോ പറയാനുള്ളത് സീരിയസ്ലി ഇങ്ങനെ മുറപ്പെണ്ണാളെ കെട്ടണേ അതൊക്കെ പണ്ടത്തേല് ഞാൻ വിചാരിക്കുന്നത് നീ മറ്റേ എവളാ ചേട്ടന് എവളെ അർജുൻ സാറിന് സെറ്റാക്കി വരുമ്പോൾ എവളെ സെറ്റാക്കി കൊടുത്താലാ സാറിന് ആടി ഞാനത് ആലോചിക്കാതിരുന്നില്ല ഞാൻ എവളെ ചേട്ടൻ സെറ്റാക്കിയ പോലെ എവളെ ചേട്ടൻ എന്നെ സെറ്റാക്കിയ പോലെ എൻ്റെ എന്നെ അവളെ സെറ്റാക്കി കൊടുത്താൽ എൻ്റെ നാത്തൂനൊക്കെ ആയിട്ട് വരാനൊക്കെ ഞാൻ വിചാരിച്ചതാ എന്ത് ചെയ്യാം വിധിയുടെ ഓരോ വിളയാട്ടം അല്ലേ ഇനി ചിലപ്പോൾ എന്താണ് അല്ലെങ്കിൽ ഇവർക്ക് അതിനോട് താല്പര്യം കാണുന്നത് അല്ലേ ഓക്കെ പിന്നെ അല്ലാണ്ട് കേട്ടാ എൻ്റെ ചേട്ടന് കള്ളം കഴിക്കുമ്പോൾ എൻ്റെ പട്ടി കേട്ടോ അയാളാ കടുവേരെ മുഖവും വെച്ചിട്ട് അയാളുടെ സംസാരം കാണണം എന്ത് സാധനം ഇയാള് കല്യാണം കഴിക്കാം അതും കല്യാണം കഴിക്കാൻ പറ്റും നല്ല തിരക്ക് എനിക്കത് നല്ല പയ്യന്മാരെ കിട്ടി നീ ഒന്ന് പോയേ വന്നേക്കോ കാടുക ഓടി നീ അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നു വേണ്ട സാറിനെ കാണാനൊരു രക്ഷയില്ല നിനക്കതാ എൻ്റെ മോൻ പറഞ്ഞു തീർന്നില്ല ദാ വരുന്നു അയ്യോ വരുന്നുണ്ടല്ലോ ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവരും ഇരിക്കൂ ഏട്ടന് ഭയങ്കര സന്തോഷമാണല്ലോ മോക്ക വീട്ടിൽ തിളങ്ങുന്നുണ്ട് ഇതാരെ വല്ല വിളിച്ചിട്ടുണ്ടോ എന്തോ ആർക്കറിയാം ഇനി നമ്മളെന്ത് കയറാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ഗായ്സ് എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ അപ്പോൾ ഓണമൊക്കെ വരാറായി അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഹാപ്പി ഓണം എല്ലാവർക്കും എല്ലാവരും അവരുടെ സീറ്റ്സിലൊക്കെ ഇരിക്കും ഒരു പ്രത്യേകിച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ടല്ലേ നല്ല സൈലന്റ് ആയി എന്താടോ എന്തെങ്കിലും പറയാം ഓഹോ എന്താടോ എനിക്ക് നല്ല സുന്ദരനായിട്ടൊന്നും ഇരുന്നൂടെ ഒലിപ്പിക്കോ അയാള് മോൻ തോക്കുന്നു കൊടുത്താലോ ഓക്കെ അപ്പോൾ എല്ലാവരും സീറ്റ്സിലൊക്കെ ഇരിക്കൂ ഇപ്പോൾ സുന്ദരനൊക്കെ ആയിട്ട് പറഞ്ഞതിനൊക്കെ ഒരു റീസൺസ് ഉണ്ടാവൂലേ അപ്പോൾ ആ സുന്ദരനൊക്കെ ഞാൻ കാണിച്ചു തരാം എല്ലാവരും സീറ്റിലൊക്കെ ഇരുന്നോളൂ ഒരു അർജൻറ്റ് കാര്യം എല്ലാവർക്കും പറയാനുണ്ട് അപ്പോൾ സോപ്പിട്ടതൊക്കെ എനിക്ക് മതിയെന്ന് തോന്നുന്നു എല്ലാവരും ഇരിക്കൂ നിങ്ങളുടെ ഓണം എക്സാമൊക്കെ കാര്യമൊക്കെ അങ്ങ് ടൈം ടേബിൾ നിന്നിട്ടുണ്ടാവില്ല പക്ഷേ ഈ വല്ല ഓണം എക്സാം ഇല്ലെന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങളുടെ സാറായ ഞാൻ ഇങ്ങനെ ഓണം എക്സാം തരായിരിക്കും സോ ഇന്നൊരു സർപ്രൈസ് ടെസ്റ്റ് ഉണ്ട് എല്ലാവരും എഴുതും തുടങ്ങിക്കൂ സർപ്രൈസ് ടെസ്റ്റ് എനിക്ക് തോന്നി ഇത്രയും സന്തോഷമായിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തെങ്കിലും കുറച്ചില്ലാതെ ഇയാൾ വരൂലെന്ന് എനിക്ക് ദൈവമേ ബുക്ക് പോലും ഇല്ല എടി അമ്മു നിനക്കൊല്ല അറിയാവൂ നീ എന്റെ കൈവാക്കിൽ എനിക്ക് പോയേ എടി എനിക്കൊരു അക്ഷരം പോലും എനിക്കറിയാം എൻ്റെ ടെക്സ്റ്റ് പോലും ബാഗിൽ കുടയും കൊണ്ട് മാത്രമാണ് വരുന്നേ എടി എന്ത് ചെയ്യും ഇനി ആരോട് ചോദിക്കും വെയിറ്റ് ഇവിടെ അമ്മയുടെ അടുത്ത് കുക്കി ഇരിക്കല്ലേ ഈ പഠിപ്പിയോടല്ല വേറെ ആരോട് ചോദിക്കാം തേങ്ങയാൾ എഴുതുന്നേ കണ്ണു കാണാൻ വയ്യ സോ ഗായ്സ് ഇതാണ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻസിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് 40 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ 10 മാർക്കിനാണ് ഏതെങ്കിലും ഒരാൾ കോപ്പി അടിക്കുന്നത് ഞാൻ കണ്ട ചൂരൽ വെട്ടി പെണ്ണാണ് ആണാണെന്ന് ഞാൻ നോക്കില്ല അടിച്ച് പറ്റിക്കും ഞാൻ കേട്ടല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് അവരവരെ പേപ്പേഴ്സ് നോക്കി മര്യാദയ്ക്ക് എഴുതിക്കോണം ഞാൻ വേറെ എന്തെങ്കിലും കണ്ട അപ്പോൾ എല്ലാവരും എഴുതാൻ തുടങ്ങിക്കോ ഇനി എന്തെങ്കിലും കുരുത്തക്കേട് ഞാൻ കണ്ട എഴുതാൻ പറഞ്ഞില്ലേ എഴുതണോ എല്ലാവരും ഇവിടുന്ന് ഇങ്ങോട്ട് ഇയാളെന്തുവാ ചേട്ടനായി പോലും തലമണ്ട അടിച്ച് പൊട്ടിച്ചേനെ ഇതെന്താ ക്വസ്റ്റ്യനാ പേന പോലും എടുക്കാം പേന എടുത്തിട്ട് വന്ന ആരെ ഭാഗ്യം തോന്നുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ 5-6 പേപ്പറൊക്കെ ഉണ്ട്
അയ്യോ ഇതെനിക്കറിയാം. എനിക്കറിഞ്ഞൂടല്ലോ. പാറോട് ചോദിക്കും. അനു അമ്മു അമ്മു അറിയോ ഇട്ട് ഇതൊക്കെ ഏത് പാടോടി? എനിക്കൊന്നും അറിഞ്ഞോലും കൂടാ. ഇതൊക്കെ സിലബസിലുള്ളത് തന്നെ. കുക്കി കുക്കി ഇതൊക്കെ സിലബസിലുള്ളത് തന്നെ. ഇതെല്ലാം സിലബസിലൊക്കെ ഉള്ളത് തന്നെ. പക്ഷെ ഇതൊക്കെ പഠിക്കണ്ട. ഞാൻ ഒന്നും പഠിച്ചൊന്നുമില്ല. ഓ കാലൻ. ഓ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നോക്ക് പിള്ളേരെ, ഇതാ ഈ ക്വസ്റ്റ്യൻ. അനു നീ കൂടെ നോക്ക്. ഇതാ ഈ ക്വസ്റ്റ്യൻ നീ എഴുത്. എന്നിട്ട് അവർക്ക് കാണിച്ചോട് കേട്ടാ. ഓക്കെ മോളെ. പിന്നെ നീ അമ്മു നീ ഈ ക്വസ്റ്റ്യൻ എഴുത് കേട്ടാ. ഓക്കെ അമ്മത്തെ. താങ്ക്സ് എടാ. അവിടെ എന്താ നടക്കുന്നത്? അദ്വിക, അനു, എന്തോ സാറേ? അയ്യോ എന്തുവാ എല്ലാരും ഇവിടെ കിടന്ന് കാണിക്കുന്നേ? മര്യാദക്ക് 3 ഇവിടെ നിന്ന് എഴുതി തീർത്തില്ല. ഇങ്ങനെ 3 ഗെറ്റോട്ട് അടിച്ചു വിട്ടാളെ. ഇങ്ങനല്ലോ കോപ്പി അടിക്കാൻ വന്നേക്കും. ചന്തി അടിച്ചു പൊട്ടിങ്ങിയ 3 മര്യാദ അവിടെ വന്നേക്കോ 3 കൂടെ. സബാഷ്. മര്യാദക്കില്ല അല്ലെങ്കിൽ ഇയാളിനെ ചവിട്ടി പുറത്താക്കും. നിന്റെ ചേട്ടൻ തന്നെ ദത്തെടുത്താണ് ഇയാളെ. നീ എനിക്കറിയാം ദത്തെടുത്ത് ഇടിക്കും. സൈലൻസ്. മര്യാദക്ക് എഴുതിക്കോ എല്ലാരും ഇരുന്ന്. അല്ലെങ്കിൽ ഓ ഇയാൾ എന്ത് സാധനമാ? ഇതൊക്കെ ഏത് പാടത്തില്ല? എന്ത് ചെയ്യാൻ നോക്കണോ? നോക്കാം. ഓ ഉലാത്തുവാണോ ഇരുന്ന്? നോക്കി പിടിച്ച്. ഓ എന്നിട്ട് എന്നെ തന്നെ നോക്കുന്നത് കള്ളൻ. ഓ എനിക്ക് സൈറ്റ് അടിക്കാറിയാം. പിടിച്ചോ. ഇവിടെ എന്തുവാ നടക്കുന്നത്? എന്തുവാ? എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഇവരെന്താ കണ്ണും നോക്കി കളിക്കുകയാണോ? അതോ നീ എന്ത്? ഓ എന്റെ അമ്മേ. ഇത് കൊറേ നേരമായല്ലോ എന്റെ പൊന്നോ പിടിച്ചിരുത്തിരിക്കുന്നത്. എന്നാത്തിനാ അത് പറ ആദ്യം. ഒന്ന് പറയാം. എടാ അർജുൻ, ഇത് നമ്മളെ കെട്ടിച്ചയക്കാൻ പോലെ തന്നെയാണോ? അച്ഛാ പറ. ചുമ്മാ രാജു, ഞാൻ അങ്ങോട്ട് വന്ന തല അടിച്ച് പൊട്ടിക്കേ. പിള്ളേർക്ക് പറയാന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ പിള്ളേര് എന്തുവാ അമ്മ ഇത് എപ്പ പറയാന്ന് പറയുന്നത്? കുറെ നേരമായി മനുഷ്യരെ പിടിച്ചിരുത്തിയിട്ട്. ഒന്ന് പറഞ്ഞു. എനിക്കാണ് നല്ല ജോലിയുണ്ട്. എന്തുവാ സർപ്രൈസ് എന്ന് പറഞ്ഞു? ഇനിയെങ്കിലും ഒന്ന് പറ. കുറച്ച് നേരമായി വന്നിട്ട്. ശരി എന്നാ പറയാം ഏട്ടാ. അങ്ങോട്ട് പറ. ഞാൻ പറഞ്ഞേം കാട്ടി. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി ഞാൻ പറയാം. അപ്പോ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി സ്വന്തം അച്ഛനും അമ്മയും സമർപ്പിക്കുന്ന ഒരു കാര്യം പറയാനാ വന്നേ. എന്റെ 2 പിള്ളേരെയും കൊണ്ട് നമ്മളൊരു സ്ഥലം വരെ പോവാ. എവിടെയെന്ന് അറിയണ്ടേ ഞങ്ങക്ക്? എവിടെയാ? പറയട്ടെ. അമ്മ ചുമ്മാ കളിപ്പിക്കാതെ പറഞ്ഞേ ഒന്ന്. എന്തുവാ നിങ്ങൾ മനസ്സിന് മെനക്കെടുത്തെന്ന് പറഞ്ഞു ഒരു 1/2 മണിക്കൂർ. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യാട്ടോ. ഞാൻ കിടക്കുവേ. ഒന്ന് പറഞ്ഞു 2 പേരോട് അങ്ങോട്ട് തപ്പത്തേ കളിക്കുന്നേ. പറഞ്ഞു അങ്ങോട്ട്. ഓക്കെ ഇനി ഞങ്ങൾ പറയാം. നീ പറഞ്ഞില്ലെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് അടിമുണ്ടാക്കുന്നു. ഓക്കെ പറയാം. പറ അമ്മ. ഒന്ന് ഇങ്ങനെ വെച്ച് നീട്ടാതെ. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായ നാട്ടിലേക്ക് പോവാണ്. അമ്മ സീരിയസ് ആയിട്ട് നാട്ടിൽ പോവാണോ? ചുമ്മാ കളിപ്പിക്കല്ലേ? നമ്മൾ നാട്ടിൽ പോവാ. പിന്നല്ലാണ്ട് അതെ, നമ്മൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നാട്ടിലേക്ക് പോവാണ്. 1 മാസം അവിടെ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുള്ളൂ. കേട്ടല്ലോ? 2 ആഴ്ചയാ? എന്റെ അമ്മേ, എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ഓ താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മൾ മാത്രമായിരിക്കില്ല പോകുന്നത്. നമ്മുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ട്. അതായത് നമ്മുടെ ദേവൂട്ടന്റെ ഫാമിലി ഉണ്ട്. അവരും ഉണ്ടോ? പൊളിക്കും. അവിടെ ഉണ്ടോ? എന്തായാലും പൊളിക്കും. ചേട്ടൻ എന്തിനാണ് കളിക്കുന്നത്? ഇതിലെന്തോ ഉണ്ട്. ഓ അങ്ങേരുണ്ടോ? എനിക്ക് നാളെ വരും. അപ്പോ എല്ലാരും പോയി കിടന്നുറങ്ങി. അതെ 2 ആഴ്ച പോവും. അപ്പോഴത്തേക്ക് പൊക്കോ, പുറമെ പൊക്കോ. അതെ ഇനിയിപ്പോ ഇവിടെ കിടന്ന് കറങ്ങാണ്ട് പറഞ്ഞു തന്നല്ലോ. ഗുഡ് നൈറ്റ്. ബൈ. നമുക്ക് റൂമിൽ പോവാ. അവിടെ പോയി ബാക്കി സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിരുന്നു. അങ്ങോട്ട് ശരിടാ. നടക്കണം. ഞാൻ വരാം. ഇനി ആലപ്പുഴ. ബൈ ബൈ.